ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ രാവിലെ തലേന്ന് ഞാൻ അരിയും കടലയും ഒക്കെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. അരി അരച്ചിട്ടുള്ള ദോശയാണ്. അങ്ങനെ അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ദോശൻ്റെ ചട്ടി നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിന് മുന്നായിട്ട് വെള്ളക്കടലയാണ് കേട്ടോ. അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. നേരെ ഇപ്പുറത്ത് ഞാൻ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദോശൻ്റെ പാന് ചൂടായതിന് ശേഷം എണ്ണയ്ക്ക് ഒന്ന് തൂവിയെടുത്തിട്ട് പിന്നെ അത് ഓരോ ബാറ്ററായിട്ട് ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. കുറേ ദിവസമായിട്ട് എൻ്റെ കാല് ഭയങ്കര പെയിനാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഓർത്തോനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ദോശ ചുടലും കാര്യങ്ങളൊക്കെ അതിനിടയിൽ ഇഷുവിന് മദ്രസ്ക്ക് പറഞ്ഞേക്കാൻ ദോശയൊക്കെ അവന് വേഗം ആദ്യത്തെ ദോശ അവനുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ അത് കൊടുത്തയച്ചിട്ടുണ്ട്. അവനവിടുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. ദോശൻ്റെ കൂടെ കറിയായിട്ട് നമ്മൾ വെള്ളക്കടല അന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആർക്കും ദോശയ്ക്ക് കറി വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ നിൽക്കട്ടെ, കറിയില്ലാതെ എന്താ പറയുക, കറിയല്ല വറവിടാതെ അല്ലാതെ തന്നെയാണ് കേട്ടോ കഴിച്ചത്. അതുകൊണ്ട് പിന്നെ കറീൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് നേരെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ആപ്പിൾ ചാമ്പക്കൻ്റെ മരമുണ്ട്. അതുകൊണ്ട് തന്നെ മുറ്റം നിറച്ചും ഈ ചാമ്പക്കയും ഇലയും കാര്യങ്ങളൊക്കെ തൊഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം ഇറങ്ങിയതാണ്. ഇത് നമ്മൾ 2 ദിവസം ക്ലീൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുന്നു കൂടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് മുറ്റൊന്നും അടിച്ചു വരാറില്ല. കാരണം മുൻഭാഗം മാത്രമാണ് ക്ലീൻ ചെയ്യാറുള്ളത്. ഒന്നാമത് കാലിന് പെയിനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്. അങ്ങനെ ഈ ഒരു ഭാഗം മൊത്തം ഒന്ന് ചമ്മലടിച്ചാരിയിട്ട് വേഗം സിറ്റൗട്ടൊന്ന് തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. സിറ്റൗട്ടിലാണ് കേട്ടോ അത്യാവശ്യം നല്ലപോലെ പൊടിയും അതേപോലെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആദ്യം അടിച്ചാരിയെടുത്ത് പിന്നെ വേഗം ഒന്ന് വന്നിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് പുതിയ മോപ്പാണ് കേട്ടോ ഉപയോഗിച്ച് തുടക്കുന്നത്. പഴയ മോപ്പ് പൊട്ടിയത് കൊണ്ട് പുതിയ മോപ്പ് വേറെ ഒരു വെറൈറ്റി മോഡലായിട്ടുള്ള മോപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ കട്ടി കൂടുതലായിട്ട് തോന്നി കേട്ടോ. അവളെ പണ്ടത്തെ യൂസ് ചെയ്ത ഒരു മോപ്പിനേക്കാളും അപേക്ഷിച്ച് ഇത് ഇത്തിരി ടഫായിട്ട് തോന്നി. അങ്ങനെ ഞാൻ സിറ്റൗട്ട് മൊത്തം ഒന്ന് തുടച്ചിടുന്നുണ്ട്. ഇതിനിടയ്ക്കാണെങ്കിൽ നല്ല പോലെ മഴ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴയാണ്. ഇവിടെ അധികം രാവിലെയാണ് കേട്ടോ നല്ല പോലെ മഴ കിട്ടാറുള്ളത്. അങ്ങനെ ഞാൻ ചവിട്ടിയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഇറങ്ങാൻ നിന്നപ്പോൾ നല്ല പോലെ മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബാഗും വീടൊക്കെ പൂട്ടി ഇറങ്ങിപ്പോയിക്കും അത്യാവശ്യം നല്ല പോലെ മഴ ഉണ്ട്. ഇനിയിപ്പോൾ മഴ ചോർന്നാലേ നമുക്ക് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ മഴയൊക്കെ ചോർന്നു മക്കളെ 2 എൻ്റെ വീട്ടിലാക്കിയിട്ട് നമ്മൾ നേരെ പോയത് ഓർത്തോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാണിച്ചു കഴിഞ്ഞപ്പം കാലിനാണെങ്കിൽ ഇഞ്ചക്ഷനും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പെയിൻ ഉണ്ട്. തരിപ്പിച്ചതാണ്. ആ തരിപ്പ് വിട്ടപ്പം നല്ല പോലെ പെയിൻ വന്നു കേട്ടോ. പിന്നെ നമ്മൾ കാലൊക്കെ അവർ കെട്ടി തന്നിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് ഇത്തിരി കാറ്റ് കുറവായപ്പം കാറ്റടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ മുക്കത്ത് തന്നെ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഉച്ചയത്തെ ലഞ്ച് കഴിക്കുന്നത് വീട്ടിൽ നിന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ട് നാടൻ വിഭവങ്ങളാണ് കേട്ടോ ഉള്ളത്. ചക്കക്കുരു തേങ്ങരച്ച ഒരു കറി ഉണ്ടല്ലോ അതുണ്ട്. പിന്നെ മാന്തൾ മീൻ കറിയായിട്ട് അങ്ങനെ ഉണ്ട്. പിന്നെ ഉണക്കമീൻ പൊരിച്ചത്, കോഴിമുട്ട, പിന്നെ ഇതിൻ്റെ ഏറ്റവും പറയാനുള്ളത് ഉള്ളിൻ്റെ ആ ഒരു ഉപ്പേരിയാണ് കേട്ടോ. അങ്ങനെ നല്ലപോലെ ഉഷാറായിട്ട് തന്നെ ഇന്നത്തെ ലഞ്ച് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഇഞ്ചക്ഷൻ അടിച്ചതുകൊണ്ട് തന്നെ റെസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോരുന്ന വഴിക്ക് എടശ്ശേരി കടവിൽ അവിൽ മിൽക്കിൻ്റെ പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കയറിയിട്ട് അവിൽ മിൽക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. മക്കൾ ആദ്യം പറഞ്ഞ കരിമ്പ് ജ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെവിടെയും കാണാത്തതുകൊണ്ട് നമ്മൾ വേഗം അവിൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ട് അത് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിൽ മിൽക്കൊക്കെ കഴിച്ച് നേരെ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഇനി രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണേ. അപ്പോൾ തലേന്ന് നമ്മൾ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേവ് നല്ല പോലെ ആവുന്നതിന് മുന്നായിട്ട് ഊറ്റി വെച്ചതായിരുന്നേ. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ കറിക്കായിട്ട് ഞാൻ ഒരു കാവത്തിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ഉടച്ചെടുത്തിട്ട് നമ്മൾ മത്തൻ കറിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. അങ്ങനെ കാവത്ത് വെന്ന പാടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വെന്ന പാടെന്ന് വെച്ചാൽ വെന്ന് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയതിന് ശേഷമാണ് കേട്ടോ രാത്രിയത്തെ ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാവത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ കൂക്കിച്ചെടുക്കുകയാണ് കേട്ടോ.
എന്നിട്ട് പിന്നെ നമ്മൾ മത്തൻ്റെ കറി ഉണ്ടായിരുന്നേ, അത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ലാസ്റ്റ് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വറവിട്ടെടുത്താൽ മതി കേട്ടോ. അങ്ങനെ കുക്കറിൽ അത് കൂക്കിക്കാൻ വെച്ചിട്ടുണ്ട്, മത്തനൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ചോറൊന്ന് തിളപ്പിച്ച് ഊറ്റണം കേട്ടോ, അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പം വല്ലാതൊന്നും ഫുഡ് അങ്ങനെ ആർക്കും വലിയൊരു ഇഷ്ടമായിട്ട് തോന്നാറില്ല. ആർക്കും ഒട്ടും ഫുഡ് കഴിക്കലൊക്കെ ഇപ്പോൾ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസാണ്. അപ്പോൾ ഇതാ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ കുറച്ച് പാലുണ്ടായിരുന്നു, പാലും കൂടി കൂട്ടി അങ്ങോട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ നല്ല അടിപൊളി മാംഗോ ജ്യൂസ് ആവുമല്ലോ. അങ്ങനെ ഇതാ അതെല്ലാം ഒന്ന് ജ്യൂസ് എടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തരിപ്പ് കാലിന് വിട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ വേദന തുടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ എന്താ സ്റ്റീമറിൽ അങ്ങോട്ട് ഊറ്റിയെടുത്തതാണ് കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. എന്താ മാങ്ങയ്ക്ക് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മളെ കാവത്തുണ്ടല്ലോ അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ, നല്ലപോലെ തന്നെ ഒടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒടിച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ രാത്രിയത്തെ ഫുഡും കൂടി കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.